നമസ്കാരം, ഞാൻ ജോബി ചോന്നമൺ. ഈ പ്രാവശ്യത്തെ പൂരത്തിന് വന്നാലേ കണ്ണിറിയ പൂരം കാണാൻ വയറ് നിറച്ച് ഭക്ഷണവും കഴിക്കാട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേന്ന്. 10 പൈസ കൊടുക്കണ്ടാന്ന്. നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഇതേ ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ തിക്കും തിരക്കിനിടയ്ക്ക് എങ്ങനെ പറയും ചേട്ടാ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് കഴിഞ്ഞ വർഷവും കൊടുത്തു, കഴിഞ്ഞ മുമ്പത്തെ വർഷവും കൊടുത്തു. ഈ കുറി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കൊടുക്കാൻ പോകും. അത് ശരി. കഴിഞ്ഞ വർഷം ഞങ്ങൾ 50,000 ചപ്പാത്തി മേടിച്ചു, ഈ പ്രാവശ്യം 75,000 ചപ്പാത്തി വാങ്ങിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർ പൂരത്തിന് വരുന്ന ഏകദേശം ആളുകൾക്കൊക്കെ സൗജന്യമായിട്ട് കൊടുക്കാണ്. ആർക്കും നമ്മൾ സൗജന്യ ഭക്ഷണമാണ്. ആക്സ് എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഒരു തീരുമാനം അതാണ്. ആർക്കും വെള്ളം കൊടുക്കുക, അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ ഒരു കാരണവശാലും അതിനകത്തൊരു വിട്ടുവീഴ്ച. ഈ പ്രാവശ്യം എന്തെങ്കിലും മുൻകരുതലുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. മുൻകരുതലുകൾ ഇപ്പൊ നമ്മൾ അദ്ദേഹം കൂടി വലിയ ചൂടാണല്ലോ, ഇപ്പൊ 40 മുകളിലാണ് ചൂട്. ആ ചൂട് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് 25,000 ലിറ്റർ തൈര് വാങ്ങിച്ച് ഈ കാണുന്ന സ്വരാജ് റൗണ്ടിന്റെ ചുറ്റും 15 സ്ഥലത്ത് വെള്ളം കൊടുത്തോണ്ടിരിക്കുക. പൂരം അടിപൊളി അവിടേക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇവര് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയണ്ടല്ലോ, വിശന്നിരിക്കാനും പാടില്ല, ദാഹിക്കാനും പാടില്ല. അതുപോലെ ആക്സിനെ കൊണ്ട് സംയുക്തമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പ്രാവശ്യം. 75,000 ജയിൽ ചപ്പാത്തി, കുറുമയടക്കം ഇന്ന് മൊത്തം ഇന്ന് 11 മണി മുതൽ നാളെ 11 മണി വരെ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് ഏറ്റവും പ്രത്യേകത സൗജന്യമായിട്ട് ഞാൻ ഇന്നലെ വന്നിരുന്നു. ഈ ആക്സിന്റെ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് സബോള അരിയണു, ഉള്ളി അരിയണു ഒക്കെ ആണുങ്ങളാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഈ സംഘടനയെ പറ്റി പറയാനുള്ളത്? സംഘടന എന്ന് പറഞ്ഞാൽ ചുറുചുറുക്കുള്ള കുറെ പിള്ളേരുണ്ട്. അതാണ് ഈ സംഘടനയുടെ ഊർജം. വയസ്സായവരും ചെറുപ്പക്കാരാവും ഇങ്ങോട്ട് വരുമ്പോലെ. അതായത് ആ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സ് എന്ന് പറഞ്ഞ ആംബുലൻസിന്റെ സൗകര്യം പറഞ്ഞു. ആംബുലൻസ് നമ്മള് എല്ലാം, അതായത് ഇന്നലെ തൊട്ട് നമ്മൾ ആരംഭിച്ചു. ഇനി പകൽപൂരം കഴിയുന്നവരെ നമ്മുടെ ആക്സിന്റെ ആംബുലൻസ് റൗണ്ടിൽ മുഴുവൻ ഉണ്ട്. ഒരാളും ആംബുലൻസ് കിട്ടാണ്ട് തളർന്ന് വീണിട്ട് ആസ്പത്രിയിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു അവസ്ഥ വരില്ല. വെള്ളം എലഞ്ഞിത്തറ മേളം നടക്കണോടത്ത് വെള്ളം കൊണ്ടു കൊടുക്കും. അതുപോലെ കോടമാറ്റ് നടക്കണോടത്തേക്ക് വെള്ളം, കുപ്പിവെള്ളം കൊടുക്കും. എല്ലാ സൗകര്യം മേയറും അതേപോലെ കൂടെ കുറെ സുഹൃത്തുക്കൾ കൂടി ഉണ്ട്. ഇവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മൾ അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ പൂരം അടിപൊളി ആവട്ടെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിന്ന ദിപ്പിൽ അധികം നേരം നിൽക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറയുന്നുണ്ട് അല്ലേ? അതേപോലെ കരുതണം, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ORS അടങ്ങിയ വെള്ളം ആക്സിന്റെ പ്രവർത്തകർ അവിടെ എത്തിച്ചു കൊടുക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരും തമ്മിലും ഇതുപോലെ തന്നെ ധാരണയുണ്ട്. മൊത്തം എല്ലാ സ്ഥലത്തും, അതായത് തൃശ്ശൂർ പൂരപ്പറമ്പിൽ മൊത്തം ഈ പ്രാവശ്യത്തെ കോർപ്പറേഷന്റെ ഒരു കണ്ണുണ്ട്, ഒരു കൈയുണ്ട് അല്ലെ? അതായത് ഇതിനിപ്പോ മേയർ കട്ടക്ക് തന്നെയാണ്. എന്തായാലും കരുതല് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഈ സമയം 11 മണി, അത് എത്ര മണി? ഏതെങ്കിലും കാരണവശാലും ഒരാൾ കൊഴിഞ്ഞു വീണ അപ്പെടുക്കും ഞങ്ങളുടെ ആൾക്കാർ. ഒരു കാരണവശാലും പേടിക്കില്ല, ആസ്പത്രിയിൽ അറ്റ് എ ടൈം 20 പേര് വന്നാൽ മെഡിക്കൽ സംവിധാനമുണ്ട്. പോലീസ് ഞാൻ നോക്കുന്നത് കണ്ണിറയെ പോലീസാണ്. അതായത് അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം ജോബിയേട്ടാ, അതായത് എലഞ്ഞിത്തറ മേളം നടക്കുമ്പോ, കോടമാറ്റം നടക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഒരാൾ കുഴഞ്ഞു വീണു, ആംബുലൻസ് എത്തില്ല. അതിനാണ് നമ്മുടെ സ്ട്രക്ചർ ടീം. ഈ പ്രാവശ്യത്തെ പ്രത്യേകതയാണോ? അല്ല, ഒരു 4 വർഷമായി പിള്ളേര്, 20 പിള്ളേര്, ചുറുചുറുക്കുള്ള പിള്ളേര്. അവര് സൂട്ട് കേസ് പോലെയുള്ള സാധനം സ്ട്രക്ചർ അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റിട്ട് തീ പറഞ്ഞ പോലെ ഇവിടെ എത്തിച്ചു. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ ആക്സ് എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഒരു സംഘടന എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മുടെയൊക്കെ മനുഷ്യ ജീവന്റെ വിലക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഇവരെന്ന് പറയുന്ന വേറെ സാമ്പത്തികമായിട്ടുള്ള സഹായ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടല്ല, പക്ഷെ ഇവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും പലരും നമ്മളോട് സഹായങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ അർഹതപ്പെട്ട കൈകളിലാണോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിന്റെ സംഘാടകരിൽ ഒരാളുടെ നമ്പർ ഞാൻ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കുന്ന 1 രൂപ ഒരുപാട് ആളുകൾ എത്തും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഈ വീഡിയോ വേഗം ഷെയർ ചെയ്തോ. എത്ര മണി മുതൽ ഇവിടെ ഭക്ഷണം കൊടുത്തു തുടങ്ങാം? 11 മണി മുതൽ 1.5 ലക്ഷം തുടങ്ങാം. അതെ അല്ലെ? ഓക്കെ, അപ്പൊ ഉദ്ഘാടന ചടങ്ങ് അവിടെ നടന്നോട്ടെ. വേഗം വീഡിയോ ഷെയർ ചെയ്തോ. വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ഇരിക്കണ്ട. നിങ്ങൾ നേരെ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ജില്ല, ഈ സ്ഥലം എവിടെ ചേട്ടാ? കറക്റ്റ് പാറമേക്കാവിന്റെ തൊട്ടപ്പുറത്താണ്. ഇതാണ് നമ്മുടെ ജില്ലാ ആശുപത്രി. അപ്പൊ ഇവിടേക്ക് പോരെ ഇടയിലാണ്, പാലിയേറ്റീവ് സെന്ററിലാണ് അല്ലെ? അപ്പൊ വളരെ സന്തോഷം. അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വേഗം ഷെയർ ചെയ്തോ. ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാം. Thank you.